മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ജനുവരി 11-നാണ് കാനഡയിലുള്ള NRI യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയിൽ എങ്ങനെയായിരിക്കുമെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശദമായ വാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ്. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തിരുവല്ല സെഷൻസ് കോടതിയിലടക്കം കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല സെഷൻസ് കോടതി ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ തന്നെ അത് തള്ളിയത്. അതിനുശേഷമാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ വന്നത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു, ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് കേസ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദങ്ങളൊക്കെ തന്നെ കേട്ടിരുന്നു. പ്രധാനമായിട്ടും പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വന്നത്. അദ്ദേഹം മുൻപോട്ട് വെച്ച വാദങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും ഇയാൾ ഇപ്പോൾ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മുൻപുള്ള പല കേസുകളും അറിയാം, നിലവിലുള്ള പല പരാതിക്കാരും അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഇയാളെ വീണ്ടും ജയിലിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള അതിജീവിതമാർ അല്ലെങ്കിൽ പരാതിക്കാർക്കൊക്കെ തന്നെ വലിയ ഭീഷണിയാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇയാൾ ഈ കുറ്റങ്ങളൊക്കെ നിലവിൽ ഇയാൾക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ തെളിയിക്കത്തക്ക തരത്തിലുള്ള തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അതായത് നേരത്തെ രാഷ്ട്രീയ കേസ് അത്തരം വാദമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ തെളിവുകളൊക്കെ തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ പരാതി തിരുവല്ലക്കാരിയുടേതാണ്. തിരുവല്ലയിൽ നിന്നുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഹോട്ടലിൽ വന്നതിൻ്റെയും പോയതിൻ്റെയും ഒക്കെ കൃത്യമായ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ ഇയാളുടെ വീട്ടിൽ നിന്നുമൊക്കെയുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോൺ റെക്കോർഡുകളുണ്ട്. ഇയാളുടെ നമുക്കറിയാം 3 ഫോണുകൾ പിടിച്ചെടുത്തുവെങ്കിൽ ഈ ഫോണുകളുടെ പാസ്വേഡുകൾ പോലും നൽകാൻ ഇയാൾ തയ്യാറായില്ല. അന്വേഷണ സംഘത്തോട് യാതൊരു കാരണവശാലും സഹകരിക്കാത്ത സമീപനമായിരുന്നു. പക്ഷേ എങ്കിലും കൃത്യമായിട്ടുള്ള സാങ്കേതിക തെളിവുകളൊക്കെ തന്നെ കോടതി ഹാജരാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും വിധി പറയുന്നതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നടക്കാൻ പോകുന്ന രാവിലെ 11 മണിയോടുകൂടി കോടതി ആരംഭിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇരു വിഭാഗത്തിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇയാളെ വീണ്ടും ജയിലിനുള്ളിൽ തന്നെ തള്ളുന്ന തരത്തിലായിരിക്കുമോ, ഇനിയിപ്പോൾ പുറത്തേക്ക് വിടുന്നതിനായിരിക്കുമോ, എന്തായാലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിലും ഇയാൾക്കെതിരെ 2-3 കേസുകളുണ്ട്. ഈ കേസുകളിലൊക്കെ തന്നെ ഇയാൾ പ്രതിയാണ്. ഇയാളെ ഇനിയും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ അപകടകാരിയാണ്, അല്ലെങ്കിൽ ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ചെയ്യും. മാത്രമല്ല നിലവിൽ ഇനിയും ഒട്ടനവധി പരാതിക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. അത്തരം പരാതികളൊക്കെ തന്നെ മുങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഷാജി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വിശദമായ വാദം നടന്നപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ഇയാൾക്കെതിരെ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്, ഈ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം 1ാമത്തെ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ അതിജീവിത ഹാജരാക്കി അല്ലെങ്കിൽ അതിജീവിത നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏകദേശം 10ഓളം പീഡനക്കേസുകളുടെ വിവരങ്ങൾ ഇയാളുടെ പേരിൽ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. അതിലൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസടക്കമുണ്ട് എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ അതിജീവിത പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഈ ജാമ്യ ഹർജിയിലേക്ക് വരുമ്പോൾ കോടതിയിൽ ആ വിഷയമടക്കം അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കും നേരത്തെ പല രഹസ്യ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്തുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇപ്പോൾ ഏതാണ്ട് 2ാം വർഷ ബിരുദധാരിയാണ്. ആ കുട്ടിയെ പഠിക്കുന്ന കാലഘട്ടത്തിൽ KSU പ്രവർത്തനത്തിനിടയിൽ ഇയാൾ ആ പെൺകുട്ടിയെ മോശമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി അന്ന് ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ പരാതിയൊക്കെ തന്നെ സാധാരണ മറ്റ് സ്ത്രീകളൊക്കെ നൽകുന്ന പോലെ തന്നെ KPCC നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനുമൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പിന്നീട് അത് ഇയാൾ തന്നെ, അതായത് ഇപ്പോൾ ഈ പ്രതിയായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ അത് ഭീഷണിപ്പെടുത്തിയും മറ്റും അത് സെറ്റിൽ ചെയ്ത് അത് ഒതുക്കി തീർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെ
അവർക്കൊക്കെ തന്നെ നിലവിൽ പരാതിയുണ്ട്. പക്ഷേ ഇയാളുടെ ഭീതിയാണ് അല്ലെങ്കിൽ ഭയമാണ് അത്തരം കേസുകളുമായിട്ട് ഇനിയും മുന്നോട്ട് വരാത്ത കാര്യം. ഇവർക്കൊക്കെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അവരെയൊക്കെ തന്നെ ഇങ്ങനെ പരാതിയും കൊണ്ടുവരുന്നതിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ഇദ്ദേഹത്തിൻ്റെ സൈബർ വിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടുതൽ പബ്ലിക്കിനിടയിലേക്ക് അവരുടെ മുഖവും അതൊക്കെ മറച്ചു വയ്ക്കണം, അതൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് കോടതിയിലൊക്കെ ഡയറക്ഷനുള്ളതാണ്. അവരെയൊക്കെ പൊതുസമൂഹത്തിനുള്ളിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇയാളെ നല്ല ഒരു വ്യക്തിയാക്കി ചിത്രീകരിക്കുക. അങ്ങനെ ഈ കുറ്റം ചെയ്ത ഇയാൾ നല്ല മനുഷ്യനും അതോടൊപ്പം തന്നെ സ്ത്രീകൾ, ഇയാൾ ക്രൂരമായി ബലാത്സംഗം അടക്കം ചെയ്തിട്ടുള്ള സ്ത്രീകളെയൊക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ, ഈ പരാതിയുമായിട്ട് ഇയാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പരാതിയുമായിട്ട് ഇനി കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയില്ല. അവരെയൊക്കെ തന്നെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ആരും ഇതിനൊരു പരാതിയുമായിട്ട് വീണ്ടും വരാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കോടതി ഇന്ന് പരിഗണിക്കും. കാര്യം ഇയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ വലിയ അപകടകാരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതും കോടതിയുടെ ഒരു ശ്രദ്ധയിലുണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച ശേഷമായിരിക്കും ഇന്ന് ഇയാളുടെ വിധി. ഇയാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതി പരിഗണിക്കുക. മനു, ശരി, ഏതായാലും നമുക്ക് കാത്തിരിക്കാം കോടതി വിധി എങ്ങനെയാകുമെന്നത്. പ്രധാനമായും വാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ജാമ്യ ഹർജിയിൽ വിധി പറയുക എന്നതാണ് കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷാജഹാൻ നമുക്ക് നൽകിയത്.